ഈ വാസ്തുശില്പം വാങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ലത് നടക്കുമോ നടക്കില്ലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണല്ലേ? എന്നെ സംശയിക്കില്ലേ സർ? നിങ്ങൾ എൻ്റെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ ഈ വാസ്തുശില്പം വാങ്ങിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ ഹാപ്പി ആയിരിക്കും സർ. ശരി, ഈ വാസ്തുശില്പത്തിന് എന്ത് വിലയാ? ഇതിൻ്റെ വില വളരെ കൂടുതലൊന്നല്ല സർ, വെറും 1000 ഉള്ളൂ. എന്ത് 1000 രൂപയോ? ഇത് കണ്ടാൽ റോഡ് സൈഡിൽ വെക്കുന്ന 100 രൂപയുടെ ശില്പം പോലെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ ഇതിന് 1000 രൂപയ്ക്ക് വില പറഞ്ഞാൽ എങ്ങനെയാ? ശരിയാണ് സർ, റോഡ് സൈഡിൽ 50 രൂപയ്ക്കും ഇതുപോലെ ശില്പങ്ങൾ കിട്ടും. പക്ഷേ ഈ ശില്പം അങ്ങനത്തെയല്ല. ഇതൊരു വലിയ അമ്പലത്തിൽ വെച്ച് പൂജ ചെയ്ത ശില്പമാണ്. ഇതിന് 108 ദിവസം പൂജ ചെയ്ത് അതിനുശേഷമേ എല്ലാവർക്കും കൊടുക്കൂ. ഈ ശില്പത്തിനകത്ത് ഒരുപാട് ശക്തികളുണ്ട്. അത് ഇതേപോലെ എല്ലാ ജനങ്ങളുടെ അടുത്തും കൊണ്ടുപോയി എത്തിക്കുവാണ്. സർ, നിങ്ങൾ ഈ 1000-ത്തെക്കുറിച്ചൊന്നും ആലോചിക്കില്ല സർ. വാങ്ങിക്കുവാണെങ്കിൽ ജീവൻ തന്നെ മാറും സർ. നോക്കേട്ടാ, നമുക്കിതുവരെ ബിസിനസ്സിൽ ലക്ഷക്കണക്കിന് രൂപ ലോസ് ആയിട്ടുണ്ട്. ഇതിന് വെറും 1000 രൂപയല്ലേ ഉള്ളൂ. ഇത് വാങ്ങി വീട്ടിൽ വെച്ച് നോക്കാം. ചിലപ്പോ ഇത് വരുന്ന നേരം നല്ലത് നടക്കുമായിരിക്കും. ശരി. എടി, എന്റെ കയ്യിൽ 500 രൂപ മാത്രമേ ഉള്ളല്ലോ. നിക്കേട്ടാ, എന്റെ കയ്യിൽ 1000 രൂപയുണ്ട്. ഞാൻ അകത്ത് പോയി എടുത്തോണ്ട് വരാം. ശരി, എടുത്തുണ്ടോ? പെട്ടെന്ന് പോവാ. ദാ ഏട്ടാ 1000 രൂപ. എന്നാ അതിങ്ങതാ. സന്തോഷം. ഈ ശില്പം നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ സാർ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല സാർ. കോടിക്കണക്കിന് കാശ് വരും. സർ, നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് എല്ലാം പറയുവാണെങ്കിൽ ഈ ശില്പം വാങ്ങിയവർക്ക് വേണ്ടി പൂജ ചെയ്യുമ്പോഴേ ഞങ്ങളുടെ ഗുരുവിൻ്റെ അടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കൊടുക്കും. ശരി, ഡീറ്റെയിൽസ് ഒക്കെ എഴുതിക്കോ. ഒരു മിനിറ്റ് സർ. നിങ്ങളുടെ പേര്? രാജേന്ദ്രൻ. നിങ്ങളുടെ രാശി? കർക്കടകം. നക്ഷത്രം? ഔട്ടം നക്ഷത്രം. സർ, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ? 98480. ഓക്കെ സർ. മാഡം, നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ ഒന്ന് പറയുമോ മാഡം? അതെന്തിനാ? നിങ്ങൾ എൻ്റെ നമ്പർ മേടിച്ചില്ലേ, ഇനി ഇവിടെ നമ്പർ മേടിക്കേണ്ട കാര്യം എന്താ? അതല്ല സർ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 2 പേരില്ലേ, അതുകൊണ്ട് 2 പേരുടെ പേര്, നക്ഷത്രം, ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അതുകൊണ്ടാണ് സർ ചോദിച്ചത്. ഓ, അങ്ങനെയാണോ? ശരി, പറയേ. മാഡം, നിങ്ങളുടെ പേര്? എന്റെ പേര് ശൈലജ. രാശിയോ? രാശി തുലാരാശി. നക്ഷത്രം? വിശാഖ നക്ഷത്രം. നിങ്ങളുടെ കോൺടാക്ട് നമ്പർ? 7093. സർ, ഒരു കാര്യം കൂടി. നിങ്ങൾ ഈ ശില്പം പൂജ റൂമിൽ വെക്കരുത്, ബെഡ്റൂമിൽ വെക്കാൻ പാടൂ. എന്ത്? ബെഡ്റൂമിൽ വെക്കണമെന്നോ? എന്താ ഈ പറയുന്നത്? പുതിയ സംഭവമാണല്ലോ. ശില്പം എന്ന് പറയുമ്പോൾ അത് പൂജ റൂമിലല്ലേ വെക്കണ്ടേ? നിങ്ങളാണെങ്കിൽ ഇത് ബെഡ്റൂമിൽ വെക്കണമെന്നൊക്കെ പറയുന്നല്ലോ. എല്ലാം ശരിയാണ് സർ, പക്ഷേ ഈ ശില്പം നിങ്ങൾ ബെഡ്റൂമിലേ വെക്കാവൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഒരു ദിവസം എത്ര തവണ പൂജ ചെയ്യാൻ പറ്റും? 1 തവണ, 2 തവണ, ഏറിയ ഒരു 3 തവണ പൂജ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ ശില്പത്തിന് മുമ്പിലുണ്ടാവൂ. പക്ഷേ നിങ്ങൾ ഈ ശില്പം നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കുവാണെങ്കിൽ ഏകദേശം 10 മണിക്കൂർ നിങ്ങൾ അതിനകത്തുണ്ടാവും. നമ്മൾ ഈ ശില്പത്തിനോടൊപ്പം കുറേ നേരം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ശക്തി മുഴുവനും കിട്ടുക. എല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് സർ. അതുകൊണ്ട് നിങ്ങൾ ബെഡ്റൂമിൽ വെച്ചോളൂ. 2-3 ദിവസത്തിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും സർ. അത് ശരി, അങ്ങനെയാണോ? അതെ സർ. നിങ്ങൾ ഈ ശില്പത്തിന് മുമ്പ് കിടക്കുവാണെങ്കിൽ ഈ ശില്പം നിങ്ങളെ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. ആ നിമിഷം തൊട്ട് നിങ്ങൾക്ക് എല്ലാം നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ. എങ്കിൽ ശരി. ശരി, ഞാൻ എന്നാ പോവാണേ. ഇനിയെല്ലാം നിങ്ങൾക്ക് നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ. താങ്ക്സ്. ഈ ശില്പം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഏട്ടാ? നന്നായിട്ടുണ്ട്. എന്തായാലും ഈ ശില്പം വന്ന സ്ഥിതിക്ക് ഇനിയെല്ലാം നല്ലത് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കാം. വിഷമിക്കണ്ട ഏട്ടാ, ഇനി എല്ലാം നല്ല രീതിയിലേ നടക്കൂ. വിശ്വാസത്തോടെ ഇരിക്കാം. ശരി, വാ. ആദ്യം ഇത് കൊണ്ടുപോയി നമ്മുടെ ബെഡ്റൂമിൽ വെക്കാം. ഈ ശില്പം എവിടെ കൊണ്ടുപോയി വെക്കാം? എവിടെ വെച്ചാൽ ഈ ശില്പം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കും? ദേ ആ ടേബിള് കണ്ടില്ലേ, അവിടെ വെച്ചാലോ? അവിടെ വേണ്ട. ശില്പം നമ്മളെ നോക്കുന്ന പോലെ ആയിരിക്കില്ല. ശരി, അപ്പം ദേ അവിടെ വെച്ചാലോ? അവിടെ ഒന്നും വെക്കാൻ പാടില്ല. അതെയോ? ആ, ദേ അവിടെ വെച്ചാലോ? നല്ല പ്ലേസ്. ഇവിടെ വെച്ചാ ഈ ശില്പം നമ്മളെ നോക്കുന്ന പോലെ തന്നെ ഇരിക്കും. ഒരു മിനിറ്റേ.
ഇപ്പൊ എങ്ങനെയുണ്ട്? കാണാൻ നന്നായിട്ടില്ലേ? അതേട്ടാ. ശരി, നീ രാവിലെ എന്നോട് ചിക്കൻ വാങ്ങാൻ പറഞ്ഞില്ലായിരുന്നു? എൻ്റെ അടുത്ത് 500 രൂപയുണ്ട്. ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു 5 മിനിറ്റുള്ളിൽ ചിക്കൻ വാങ്ങിക്കൊണ്ടെങ്കിൽ വരാം. നീ പോയി ബാക്കിയുള്ള എല്ലാം അരിഞ്ഞു വെക്കേ. ആ ഓക്കെ. ശരി, വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്യും. ശരി ഏട്ടാ, വേഗം പോയിട്ട് വാ. വാ ഏട്ടാ. ഇപ്പോഴല്ലേ പോയത്, അപ്പോഴേക്കും വാങ്ങിച്ചോണ്ട് വന്നോ? നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക്. ഒരു ഹാഫ് ആൻ അവറിൽ ബിരിയാണി റെഡിയാക്കിയേക്കാം. ശരി, ആയിക്കോട്ടെ.